ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ് സ്മൈൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ വെച്ചിട്ട് എത്ര കണ്ട് ബബിൾ ടീ ഉണ്ടോ ആ കണ്ട ബബിൾ ടീ എല്ലാം വാങ്ങാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയതാ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ കാണിച്ചു തരാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് ചൈനയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബബിൾ ടീക്ക് ഓഫേഴ്സും അതേപോലെ തന്നെ ബബിൾ ടീ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ കടകളിലൊന്നാണ് ചൈനയിലത്തെ ഈ സ്നോമാൻ്റെ കട. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ കയറിയിട്ട് എത്ര ടൈപ്പ് ബബിൾ ടീ ഉണ്ട്, എത്ര കാര്യങ്ങളുണ്ട്, ബബിൾ ടീ എല്ലാം കൂടി നമുക്കൊന്ന് വാങ്ങി നോക്കാം. ഓർഡർ കൊടുക്കുമ്പോൾ വരാം. 没有小朋友，就是奶茶有中杯跟 പകച്ചുപോയി എന്റെ ബാല്യം.大杯，但是 അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു, ക്യാഷ് കൊടുത്തിട്ട് വരാം. ക്യാഷ് കൊടുത്ത് നീ പോകുന്നത്. അപ്പോൾ ക്യാഷ് കൊടുത്തു അങ്ങനെ മീറ്റ് ഓട്ടം ഫെസ്റ്റിവൽ ആയിരുന്നു. എല്ലാവരും തലയിൽ ഓരോ സാധനങ്ങൾ കെട്ടി വെച്ചിട്ടാണ് പാവപ്പെട്ട ഒരു ഇറക്കിയത്. അപ്പോൾ നമ്മൾ സാധനം ഓർഡർ കൊടുത്തു. ഏകദേശം കുറച്ച് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ കടയിലുള്ള എല്ലാ ടൈപ്പ് ബബിൾ ടീയും ബബിൾ ജ്യൂസുകളും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബബിൾ ഉള്ളത് മാത്രം ഇതാണ്. സോ ഇതിനകത്ത് ഒരു മോഡൽ ഞാൻ കാണിച്ചത്. അങ്ങനെ ബബിൾ ഉള്ളത് മാത്രം നമ്മളെല്ലാ മോഡലും വാങ്ങിയിട്ടുണ്ട്. സാധനം വന്നിട്ട് കാണിച്ചു തരാം. ഇതിനോട് ആശിക്കിനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒടുക്കത്തെ പാട്ടും വെച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് വേണ്ടത് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അവർ ഞാൻ ചോദിച്ചിരുന്നു, വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ പൊതുവെ ഇഷ്ടമില്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, കുഴപ്പമില്ല. നമ്മളടുത്ത് ഇനി ആർക്കൊക്കെയാണോ താല്പര്യം അവർക്ക് നമ്മൾ കൊടുക്കും. സാധനം ഒരുപാടുള്ളതുകൊണ്ട് സ്പെഷ്യൽ കവറിലാണ് നമുക്ക് സാധനം ഈ ചേച്ചി, ക്യൂട്ട് ചേച്ചി നമുക്ക് പാക്ക് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാരും ബർഗർ എല്ലാവരും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതുണ്ടോ നമ്മുടെ സാധനം അവിടെ പാക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മോഡൽസ് ഓഫ് ബബിൾ ടീ. ഇന്ന് എന്തോ ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് അവർ സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ആണ് ഈ സാധനം കേട്ടോ. ഇതൊക്കെ സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഇതാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞതാ ഈ ഒരു അടയാളം മാത്രമേ പൊതുവെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. ഇത്ര കണ്ട് സ്ട്രോയും നമുക്ക് തന്നിട്ടുണ്ട്. ഒരാൾ കുടിക്കാൻ ഇത്ര കണ്ട് സ്ട്രോ, പക്ഷെ ഒരാളല്ല, നമുക്ക് ഇത് ബാക്കിയുള്ളവർക്കും കൊടുക്കാനുള്ളതാണ്. സോ താൽക്കാലികമായി ഈ സ്ട്രോ ഞാൻ തിരിച്ച് ഈ ബ്യൂട്ടിഫുൾ ആയ കവറിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് ലൈറ്റ് പോണതിന് മുന്നേ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്നുള്ളതുകൊണ്ട് ഇനി വർത്താനം പറഞ്ഞോണ്ട് നിൽക്കണില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കോളേജിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കോളേജാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോളേജിന്റെ ഉള്ളിലൊരു സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ഒരു ക്യൂട്ട് കുട്ടി ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, സാറില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബബിൾ ടീയിലേക്ക് കടക്കാം. ദിസ് ഇസ് മിൽക്ക് ക്രീംഡ് ബബിൾ ടീ ആണിത്. മിൽക്ക് ക്രീംഡ് ബബിൾ ടീ ആണ് വിത്ത് വൈറ്റ് പുഡിംഗ്. വൈറ്റ് പുഡിങ്ങിലുള്ള മിൽക്ക് ക്രീം ബബിൾ ടീ ആണ്. പായസത്തിന്റെ ക്രസ്റ്റ് പോലെ. ഇതിന് ഏകദേശം 70 രൂപയാണ് ഈ സാധനത്തിന് നാട്ടിലത്തെ വില. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വർത്ത്. അത് എനിക്കിഷ്ടപ്പെട്ടില്ല. പാഷൻ ഫ്രൂട്ടിന്റെ ബബിൾ ടീ ആണത്. ബബിൾ ടീ എന്ന് പറയാൻ പറ്റില്ല, ബബിൾ ജ്യൂസ്. ഇതിങ്ങനെ കുട്ടി ഇങ്ങനെ ഇറക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ നല്ല കറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ കറക്കിയിട്ട് ഓഹോ നല്ല പുളിയുണ്ട്. കാര്യം ഏകദേശം 90 രൂപയാണ് ഇതിൻ്റെ വില. എന്ന് പറയുമ്പോൾ 7 RMB 8 RMB എന്തോ ആണ്. ഏകദേശം 90 രൂപ വരും. പക്ഷെ രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ബബിൾ ടീ എന്ന് പറഞ്ഞാൽ ഇത് സാധനം സ്ട്രോബെറിയുടെ സാധനമാണ്. ഷേക്ക് വെൽ ബിഫോർ യൂസ് ആണല്ലോ, അതുകൊണ്ട് ഷേക്ക് വെൽ ചെയ്തു. നമുക്കിതൊന്ന്, ഇത് സ്ട്രോബെറിയാണ് കേട്ടോ. സ്ട്രോബെറി യോഗേർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം നന്നായിട്ട് ഇഷ്ടപ്പെടും. 6 7 RMB എന്തോ ആണ്. ഏകദേശം ഇതുവരെ 80 രൂപ, 80 റുപ്പീസ് 85 റുപ്പീസ് വരും. സ്ട്രോബെറി ടീ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം, സ്ട്രോബെറി യോഗേർട്ട് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് ബബിൾ ടീ. ഇതാണ് ഒറിജിനൽ ബബിൾ ടീ. ഇതാണ് ബോബ. ബോബ എന്ന് പറഞ്ഞാൽ ബോബ വേറെയാണ്, ബബിൾ ടീ വേറെയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്നാണ്. ബോബ എന്ന് പറഞ്ഞാലും ഈ ബബിളിനാണ് ബോബ എന്നവർ പറഞ്ഞ്, ബബിളുള്ള ടീനെയാണ് അവർ ബോബ എന്ന് പറഞ്ഞതും. ഇത് രണ്ടും കണ്ടുപിടിച്ചതിൻ്റെയാണ് ഗൈസ്. കമോൺ, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യേണ്ടതിൻ്റെ പിന്നെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഇതേമാതിരി നന്നായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തേ. അപ്പോഴേക്കും കുറച്ചൊക്കെ പുറത്തു കൂടി പോയി. ഓക്കെ, നമുക്ക് തട്ടിക്കളഞ്ഞു. ഇന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. അത് വേറെ തന്നെ ഫ്ലേവർ ഉണ്ട്. അടുത്ത ബബിൾ ടീ എന്ന് പറഞ്ഞാൽ
ഇത് പ്യുവർ വൈറ്റ് പേൾ ആണ്, വൈറ്റ് പേൾ മാത്രമായിട്ടുള്ളത്. കുടിച്ചു നോക്കാം. പൊത്തിയപ്പോ കുറച്ച് പുറത്ത് ഓക്കെ. ഇതൊന്നുകൂടി കൊള്ളാം. ഈ ബബിൾ ടീന്റെ മെയിൻ ഒരു ഇതെന്താന്ന് ടെക്സ്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിൽക്ക് പൗഡർ ടൈപ്പ് മിൽക്ക് ഉണ്ടാവില്ല, അത് കുറച്ച് കൂടുതലായിരിക്കും. അതാണ് ആ ബബിൾ ടീന് ശരിക്കും ആ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഉണ്ടാവേണ്ടത്. ഇത് നമ്മൾ കുടിച്ചിട്ടില്ല. ഗ്രേപ്സിന്റെ ബബിൾ ടീ, ബബിൾ ടീ അല്ല ബബിൾ ജ്യൂസ് ആണിത്. ആൻഡ് ദിസ് ലുക്സ് സോ അമേസിങ്. ലുക്ക്, എന്റെ മോനെ കാണാൻ തന്നെ എന്താ ഒരു ചന്തം, വൈനിന്റെ ഒക്കെ കളർ. ഓക്കെ, ഒരു പുളിയും ഗ്രേപ്പും ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എനിക്കിത് ഇഷ്ടമായി. എനിക്ക് നന്നായിട്ട് പറ്റി, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു പുളിയും ആ ഒരു ഗ്രേപ്പിന്റെ ഒരു നല്ല ഒരു ഫ്ലേവർ. ഗുഡ്, നൈസ് വൺ. ഇതാണ് ശരിക്കുള്ള ബബിൾ ടീ എന്ന് പറഞ്ഞ് നാട്ടിൽ വിൽക്കപ്പെടുന്ന ടൈപ്പിലുള്ള ബബിൾ ടീ. ഇതാണ് ബബിൾ ടീ, നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചായയിൽ കുറച്ച് ബബിൾ ഇട്ട് ബബിൾ ടീ. ഇതിന് നാട്ടിൽ എനിക്ക് തോന്നുന്നു 180 രൂപയാണ്. പക്ഷെ ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് നാട്ടിലത്തെ ഒരു 70 രൂപയാണ് ഇതിന്റെ റേറ്റ് ഉള്ളത്. കുത്തുക, നന്നായിട്ട് ഒന്നുകൂടി ഇങ്ങനെ കോലിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുക. ഇതിന് നമുക്കൊരു റേറ്റിംഗ് കൊടുക്കാൻ പറയുകയാണെങ്കിൽ വി കൻ ഗീവ് ഓൾമോസ്റ്റ് ലൈക്ക് 9. യാ, ഓൾമോസ്റ്റ്. ഇതാണ് നമ്മുടെ ബബിൾ ടീന്റെ അവസ്ഥകൾ. എല്ലാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇതായിരുന്നു. എനിവേ, ഇനി അടുത്ത എന്ത് ചാലഞ്ച് വേണമെന്ന് നിങ്ങൾ പറയുക, കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി തരുന്നു. ഡോക്ടർ കിസ്മൻ സൈനിങ് ഓഫ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ലൈക്ക് സബ്ബൊക്കെ ചെയ്യുക, കേട്ടല്ലേ? അതൊന്നും ചെയ്യാതെ പോരുതടേ, കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ വാങ്ങി ചെയ്യണേ. എന്നിട്ട് ശരി എന്നാ, ബൈ. കണ്ണുമിഴിച്ചു നിൽക്കാതെ മുട്ടാണ്ടി